നമ്മുടെ ജനാധിപത്യം എത്രത്തോളം വലിയൊരു ഭീഷണിയിലാണെന്ന് ഈ പത്രവാർത്ത നോക്കിയാൽ മനസ്സിലാകും. പശ്ചിമ ബംഗാളിൽ അമിത്ഷാ പ്രഖ്യാപിച്ചിരിക്കുന്നത് വെറും ഒരു വോട്ടർ പട്ടിക പുതുക്കലല്ല, മറിച്ച് ഒരു ജനതയെ ഒന്നടങ്കം ഭയപ്പെടുത്തുന്ന, പുറന്തള്ളുന്ന അസം മോഡൽ നടപ്പിലാക്കുമെന്നാണ്. വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തായവരെ നാടുകടത്തും. എത്ര ലാഘവത്തോടെയാണ് ഒരു ആഭ്യന്തരമന്ത്രി ഇത് പറയുന്നത്? ഒരു മനുഷ്യന്റെ പൗരത്വം എന്നത് BJP ഓഫീസിൽ നിന്ന് നൽകുന്ന ഔദാര്യമല്ല, അത് ഭരണഘടനാപരമായ അവകാശമാണ്. ഇവിടെ അവർ ലക്ഷ്യം വെക്കുന്നത് നുഴഞ്ഞുകയറ്റക്കാരെയല്ല, മറിച്ച് തങ്ങൾക്ക് വോട്ട് ചെയ്യാത്ത ഒരു വലിയ വിഭാഗം ജനങ്ങളെയാണ്. വാർത്തയിലെ കണക്കുകൾ ശ്രദ്ധിക്കൂ. SIR വഴി ബംഗാളിൽ മാത്രം 63.66 ലക്ഷം വോട്ടർമാരെയാണത്രേ ഒഴിവാക്കിയത്. ഇതിനു പുറമെ 60.06 ലക്ഷം പേരെ സംശയ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ചിന്തിച്ചു നോക്കൂ, ഒരൊറ്റ സംസ്ഥാനത്ത് 1 കോടിയിലധികം മനുഷ്യരെയാണ് ഇവർ അനിശ്ചിതത്വത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത്. തലമുറകളായി ഇവിടെ ജീവിക്കുന്ന, അധ്വാനിക്കുന്ന പാവപ്പെട്ട മനുഷ്യർ ഒരു സുപ്രഭാതത്തിൽ സ്വന്തം നാട്ടിൽ അന്യരാക്കപ്പെടുന്നു. ഇത് ഭരണപരമായ ഒരു പ്രക്രിയയല്ല, മറിച്ച് കൃത്യമായ പ്ലാനിങ്ങോടെ നടത്തുന്ന ഒരു വോട്ട് ബാങ്ക് സർജറിയാണ്. തങ്ങളെ എതിർക്കുന്നവരുടെ വോട്ടവകാശം ഇല്ലാതാക്കി അധികാരം നിലനിർത്താനുള്ള കുറുക്കുവഴി. അമിത്ഷായുടെ വാക്കുകളിൽ തന്നെയുണ്ട് BJPയുടെ ആ കുടിലത. അദ്ദേഹം പറയുന്നു, ബംഗാളിലെ ഹിന്ദുക്കളായ അഭയാർത്ഥികൾക്ക് പൗരത്വം നഷ്ടപ്പെടില്ലെന്ന് ഞാൻ ഉറപ്പു നൽകുന്നുവെന്ന്. എന്തൊരു വിരോധാഭാസമാണിത്! ഭരണഘടന അനുസരിച്ച് മതം നോക്കിയാണോ പൗരത്വം നൽകേണ്ടത്? ഇവിടെയാണ് BJPയുടെ ചതി ഒളിഞ്ഞിരിക്കുന്നത്. അവർ ജനങ്ങളെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കുന്നു. ഒരു വിഭാഗത്തിന് ഉറപ്പു നൽകുകയും മറ്റൊരു വിഭാഗത്തെ നാടുകടത്തും എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ്. മനുഷ്യനെ മനുഷ്യനായി കാണാതെ വോട്ടുകളായി മാത്രം കാണുന്ന ഈ രീതി നമ്മൾ തിരിച്ചറിയണം. അസം മോഡൽ ബംഗാളിലും നടപ്പാക്കുമെന്നാണ് ഇക്കൂട്ടർ പറയുന്നത്. എന്താണ് അസം മോഡൽ? ലക്ഷക്കണക്കിന് ആളുകൾ ഡിറ്റൻഷൻ ക്യാമ്പുകളിൽ നരകിക്കുന്ന, കുടുംബങ്ങൾ വേർപിരിക്കപ്പെട്ട, മനുഷ്യത്വം മരിച്ച ആ അവസ്ഥയാണോ ഇവർക്ക് വികസനം? നുഴഞ്ഞുകയറ്റം തടയേണ്ടത് അതിർത്തിയിലാണ്, അല്ലാതെ കാലങ്ങളായി ഇവിടെ ജീവിക്കുന്നവരെ വേട്ടയാടിക്കൊണ്ടല്ല. മമതാ ബാനർജി സർക്കാർ തടയുന്നില്ലെന്ന് ആരോപിക്കുമ്പോൾ യഥാർത്ഥത്തിൽ BJP ലക്ഷ്യമിടുന്നത് ബംഗാളിലെ സമാധാന അന്തരീക്ഷം തകർക്കാനാണ്. ഓരോ വീടിന് മുന്നിലും ഭയത്തിന്റെ വിത്ത് പാകി അധികാരം കൊയ്യാനാണ് അവർ ശ്രമിക്കുന്നത്. ഇത് വെറും ഒരു പത്രവാർത്തയല്ല, ഇതൊരു മുന്നറിയിപ്പാണ്. ഇന്ന് ബംഗാളിൽ നടക്കുന്നത് നാളെ കേരളത്തിലും തമിഴ്നാട്ടിലും സംഭവിക്കാം. പൗരത്വവും വോട്ടവകാശവും ആയുധമാക്കി ഒരു ജനതയെ വിഭജിക്കുന്ന ഈ ചതി നാം പ്രതിരോധിക്കണം. വോട്ടർ പട്ടികയിൽ നിന്നും പേരുവെട്ടുന്നത് നമ്മുടെ ജനാധിപത്യത്തിന്റെ നാവരിയുന്നതിന് തുല്യമാണ്.